പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാത വന്ദനം ആർക്കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, കഴിഞ്ഞ 10 മാസക്കാലം ഒരമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞിനെ കരുതുന്നത് പോലെ സ്വർഗത്തിലെ നാഥൻ നമ്മെ കരുതുവാനിടയായി. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല നാഥനെ ഈ പ്രഭാതവും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കിയല്ലോ. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ഈ ശോധന നമ്മുടെ ജീവിതത്തിൽ, ഈ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് നാം പൊന്നുപോലെ പുറത്തു വരുവാൻ വേണ്ടിയാണ്. അമ്മ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസവും ജീവിതവും എങ്ങനെയെന്ന് ദൈവത്തിന് ബോധ്യം വരുവാനും അത് ലോകത്തിന് വെളിപ്പെടുത്തുവാനും വേണ്ടി ദൈവം നമ്മെ ശോധനയിൽ കൂടെ കടത്തിവിട്ടേ മതിയാകും. അനേകം ദൈവഭക്തന്മാർ അതിന് ദൃഷ്ടാന്തമായി നമ്മുടെ മുൻപിലുണ്ട്. അബ്രഹാമിൻ്റെ ദൈവാശ്രയവും ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പും നീണ്ട 25 വർഷത്തോളം ദൈവം ശോധന ചെയ്ത് ഉറപ്പാക്കിയതാണെങ്കിലും ദൈവത്തെക്കാൾ അധികം തൻ്റെ മകനെ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് തൻ്റെ മകനെ യാഗം കഴിക്കുവാനുള്ള ശോധനയ്ക്ക് അബ്രഹാമിനെ വിധേയനാക്കേണ്ടി വന്നു. എന്നാൽ ഈ പരിശോധനയിൽ അബ്രഹാം ജയിക്കുക തന്നെ ചെയ്തു. അതുപോലെ യോസഫിനെ ഉന്നത സ്ഥാനത്ത് എത്തിക്കുന്നതിന് മുമ്പ് വിവിധ പരിശോധനകളിൽ കൂടെ അമ്മ കടത്തിവിടേണ്ടതായി വന്നു ദൈവം. ഇയ്യോബിൻ്റെ തീച്ചൂള എത്രയോ കഠിനമായിരുന്നു. ആ തീച്ചൂളയിൽ കിടന്നുകൊണ്ട് താൻ പറയുന്നത് എന്തെന്നാൽ, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന്. ഇസ്രായേൽ മക്കളെ പരിശോധനയ്ക്ക് ഒരുക്കിയിരുന്നത് ഇരുമ്പ് ചൂളയായിരുന്നല്ലോ. ഇപ്രകാരമെല്ലാം തൻ്റെ ഭക്തന്മാരെ ദൈവം ശോധന ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ദൈവിക ലക്ഷ്യങ്ങളും കൂടെ നാം അറിഞ്ഞിരിക്കണം. ആമേൻ. ഹാലേലൂയ. മൂശയിലും ചൂളയിലും ആമേൻ സ്തോത്രം ഹാലേലൂയ തീച്ചൂളയിലുമൊക്കെ നമ്മെ പലവിധമായി നമ്മെ പല ശോധനകളിൽ കൂടെ കടത്തിവിട്ട് പല പ്രാവശ്യവും ശുദ്ധീകരിച്ച് മറ്റുള്ള ലോഹങ്ങൾ കൊണ്ട് ദൈവത്തിന് മാന്യവും വിലയേറിയതുമായ ഉരുപ്പടികളും ആഭരണങ്ങളും പാത്രങ്ങളും ഉണ്ടാക്കുന്നത് പോലെ നമ്മെയും സ്തോത്രം മാന്യരായും ശ്രേഷ്ഠരായും ഉപയോഗിക്കേണ്ടതിനും വേണ്ടിയാണ് ദൈവം നമ്മെ ശോധനകളിൽ കൂടെ കടത്തിവിടുന്നത്. നമ്മെ ശുദ്ധീകരിക്കുന്നത് അതിനു വേണ്ടിയാണല്ലോ. ദൈവം നമ്മെ ശോധനകളിൽ കൂടെ കടത്തിവിട്ടേ മതിയാകത്തുള്ളൂ. നാം നമ്മുടെ കുറവുകളെ തിരിച്ച് അറിഞ്ഞ് സ്വയം ക്രമീകരണം വരുത്തുന്നു എങ്കിൽ കുറേയൊക്കെ കഠിനമേറിയ ശോധനയിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ഒന്നാമതായി നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടോ എന്ന് നാം ശോധന ചെയ്ത് ഉറപ്പുവരുത്തണം. അതുപോലെ കർത്താവിൻ്റെ മേശയിൽ പങ്കുകാരാകുവാൻ യോഗ്യരാണോ എന്ന് നാം തന്നെ ശോധന ചെയ്ത് ഉറപ്പുവരുത്തണം. തുടർന്ന് കർത്താവിനെ ഇഷ്ടമുള്ളതും യോഗ്യവുമായ പ്രവർത്തികൾ ആണോ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിനംതോറും എന്നുകൂടെ നമ്മെ ശോധന കഴിക്കണം. ചുരുക്കത്തിൽ സകലവും നമ്മൾ കഴിക്കുന്ന സകലത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ശോധന ചെയ്യണം. ഇങ്ങനെ നാം സ്വയം വെടിപ്പാകുവാൻ ഉത്സാഹിച്ചാൽ ഒരളവോളം കഠിനമേറിയ ദൈവത്തിൻ്റെ ശോധനയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. നമുക്ക് ആമേൻ. അപ്പോസ്തലന്മാരും ദൈവം ഉപയോഗിക്കുന്നതിന് മുമ്പായി കഠിനമേറിയ ശോധനയിൽ കൂടെ കടത്തിവിട്ടവരായിരുന്നു. ആമേൻ. ശോധനയിൽ കൂടെ കടന്നുപോയി വിജയിക്കുന്നവർക്ക് അനവധി വാഗ്ദത്തങ്ങളും കൂടെ തിരുവചനം പറയുന്നുണ്ട്. ആകയാൽ പ്രിയ ദൈവവൈതലേ, പരിശോധനകൾ വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുതേ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് വിശേഷം അശേഷമെന്ന് എണ്ണുവിൻ. അതുകൊണ്ട് ദൈവം നമ്മോട് ചോദിക്കുന്നു, അവൻ നിങ്ങളെ പരിശോധിച്ചാൽ നന്നായി കാണുവാൻ കഴിയുമോ? ആകയാൽ പ്രിയ ദൈവപൈതലേ, ഈ പ്രഭാതം ശോധനയുടെ തീച്ചൂളയിൽ കൂടെയാണോ കടന്നു പോകുന്നത്? സാരമില്ല കുഞ്ഞെ, ഈ
11-ാം മാസം പൊന്നുപോലെ പുറത്തെടുത്ത് ആമേൻ അനുഗ്രഹിക്കുന്ന ദിനങ്ങൾ കാണുവാൻ കഴിയും. ആകയാൽ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരായി വിശുദ്ധിയോടെ വേർപാടോടെ ആമേൻ സ്തോത്രം നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. നമ്മൾ നമ്മുടെ സ്നേഹിതരോട് ആമേൻ സ്തോത്രം സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ആമേൻ നീതിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി കാണുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. ഈ പ്രഭാതം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ഈ 11-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാതം വരെയും ഞങ്ങളെ കൺമണി പോലെ പരിപാലിച്ച സ്നേഹത്തിനായി നന്ദി പറയും. ഞാൻ കർത്താവേ, രാജ്യത്തിനകത്തും പുറത്തുമായി ഞങ്ങളുടെ ദൈവദാസന്മാർ, സ്നേഹിതർ, പ്രിയപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ കൈത്താങ്ങുന്നവർ, ഈ ശുശ്രൂഷകളിൽ പലതരത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർ ഈ നാളുകളിൽ ശോധനകൾ കൂടെ കടന്നു പോകുന്നത് കർത്താവെ പൊന്നുപോലെ പുറത്തെടുത്ത് അവരുടെ ജീവിതത്തിൽ ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണമേ, ആദരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഏകാന്തതയുടെ അനുഭവങ്ങൾ, മാനസികമായ നിരാശകൾ, ശാരീരികമായ ക്ലേശങ്ങൾ, വാർദ്ധക്യമായ ബലഹീനതകൾ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർ, ഏതൊക്കെ ശോധനകളിൽ കൂടെ ഇന്ന് പ്രഭാതം കടന്നു പോകുന്നു. ഈ 11-ാം മാസം ശോധനയിൽ നിന്ന് പുറത്തെടുക്കുന്ന ഒരു പൊന്നുപോലെ കാണപ്പെടുവാൻ, വിലയേറിയതായി കാണപ്പെടുവാൻ പരിശുദ്ധാത്മാവങ്ങളുടെ ദാസിദാസന്മാരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെല്ലാം നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു.